ദുപ്പട്ട തന്നെ നല്ല സിൽക്കി സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ. എ ലൈനില് അജ്രക്കില് പേസ്ലി പ്രിന്റ് എന്ന് പറഞ്ഞത് ഈ ഒരു പ്രിന്റിന് മണ്ണുള്ളവർക്ക് വരെ ഇടാൻ പറ്റും. ഇതാ കണ്ട, ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോരോ സൈസ് അനുസരിച്ചിട്ട് കേട്ടോ. ജെറ്റ് ബ്ലാക്കില് വിത്ത് ജാക്കറ്റ് അടക്കം. ഇതിൽ വീനക്കാണ്, അതുപോലെ ഹാൻഡ് വർക്ക് ഇവരുടെ ഓൺ യൂണിറ്റ് ആണ്. ഗവൺമെന്റ് ജംഗ്ഷന്റെ അവിടുന്ന് ഡയറക്റ്റ് വരാണെങ്കിൽ കോൺവെന്റ് റോഡ് ചോദിക്കുക. അപ്പൊ പ്ലസ് സൈസ് വേണവർക്ക് അങ്ങനെയുണ്ട്. മോഡൽ ചന്ദനം കൂടിയിട്ടുള്ള ഒരു ഫ്യൂഷൻ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. അഞ്ചരക്കില് പാനല് ഹെവി വർക്ക് വന്നിട്ട് ഇതാണ് സ്റ്റിച്ചിങ് യൂണിറ്റ്. ഞാൻ ഇവിടുത്തെ പണിക്കാരി ആയിട്ടുണ്ട് കേട്ടോ. ഇതും 2 പീസാണ്. അതെ, പക്ക ജയ്പൂരി സ്റ്റൈൽ ഒരു സെമി പാർട്ടി വെയർ ജിമിച്ചു ഫാബ്രിക്കില് ഫുൾ ചെറിയ ചെറിയ പഞ്ചസാര മുത്തുകളൊക്കെ ഇങ്ങനെ വെതറി കിടക്കണം കണ്ടോ. കട ചെറുതായി എന്താ പറയാ, ഒരു ചൊല്ലില്ലേ, അമ്പലം ചെറുതായാലും പ്രതിഷ്ഠ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് എറണാകുളത്താണ്. എറണാകുളത്ത് സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. പക്ഷെ നമ്മുടെ വീഡിയോയില് കട പുതിയതായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. പക്ഷെ 9 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇനിയിപ്പോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനിഷിങ്, ക്വാളിറ്റി, സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിൽ, പിന്നെ ഏറ്റവും മെയിൻ പ്രത്യേകത എന്ന് പറയാനായിട്ട് ബൂട്ടിക് ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ഒരു 2 പീസിന്റെ ജാക്കറ്റ് മോഡലായിട്ട്. ഇതിന്റെ നല്ല നല്ല കളേഴ്സും നല്ല കളക്ഷൻസും ഇതിനേക്കാളും നല്ല മുന്തിയ സാധനം നല്ല കളക്ഷൻസ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആരും ഒരുക്കി വെച്ചിട്ടുണ്ട്? സാറ ഡിസൈൻസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ എക്സാക്റ്റ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോൺവെന്റ് റോഡിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ വരാനുള്ള വഴി എന്ന് പറയാനായിട്ട് ഈ ഒരു ജംഗ്ഷൻ, ഇവിടെ ഒരു ജംഗ്ഷൻ കാണുന്നുണ്ട്. ഈ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് ലൈബ്രറി ജംഗ്ഷനിൽ അവിടുന്ന് ജസ്റ്റ് ഒരു 10 അടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറ ഡിസൈൻസ് എത്തി. ഇനിയിപ്പോൾ ആ സൈഡിൽ നിന്ന് വരാണെങ്കിലോ കോൺവെന്റ് ജംഗ്ഷൻ ആ ഭാഗത്ത് കേട്ടോ. കോൺവെന്റ് ജംഗ്ഷൻ്റെ അവിടുന്ന് ഡയറക്റ്റ് വരാണെങ്കിൽ കോൺവെന്റ് റോഡ് ചോദിക്കുക. അപ്പോൾ കോൺവെന്റ് റോഡിലേക്ക് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അപ്പോൾ രണ്ടിൻ്റെ നടുക്കിൽ നിന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി നമുക്ക് MG റോഡ് വഴിക്ക് വരാണെങ്കിൽ ലൈബ്രറി ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടാ നേരെ ഒരു വഴി പോകുന്നുണ്ട് കേട്ടോ. ആ വഴിയാണ് നമുക്ക് MG റോഡിലേക്ക് മുട്ടുക. അപ്പോൾ MG റോഡ് വഴിക്ക് കയറുകയാണെങ്കിൽ ലൈബ്രറി ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ സാറ ഡിസൈനറിലേക്ക് എത്താം. അതുപോലെ തന്നെ കോൺവെന്റ് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് വരാണെങ്കിൽ സാറ ഡിസൈനിലേക്ക് എത്താം. അപ്പോൾ 9 കൊല്ലത്തെ എക്സ്പീരിയൻസ് മാത്രമല്ല, ഫിനിഷിങ്, ക്വാളിറ്റി, ബൂട്ടിക് ടേസ്റ്റ്, അതിൻ്റെ സ്റ്റിച്ചിങ്, ഓഹോ എന്തൊക്കെയാ പറയാനുണ്ടെന്ന് അറിയോ. കുറേ ഉണ്ട് പറയാനായിട്ട്. നിങ്ങൾക്ക് കേൾക്കാനും താല്പര്യമില്ല. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കിയാൽ വരും. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ടല്ലോ. ഒക്കെ തിരക്കിലാണോ? കട ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ എന്താ ബൾക്കായിട്ട് ഇതേ പൂവാള പാക്കിംഗ് ആണോ ചെയ്ത് വെച്ചിരിക്കണേ കൊണ്ടുപോകാനുള്ളത്? ഇതൊക്കെ ഇനി പൂവാളതാണ്. അപ്പം എന്തായാലും നമുക്ക് കളക്ഷൻസ് കാണാം. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ ഇപ്പം ആരാ ഓണർ ആരാ സ്റ്റാഫ് എന്നുള്ളൊരു കൺഫ്യൂഷനായി. ആരാണ് ഓണർ ഇവിടെ? ഒന്നും ഇങ്ങോട്ട് നീങ്ങേ. ഞാനൊന്നീ മൈക്കൊന്ന് സെറ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഹായ്, എന്താണ് വിശേഷം? കുറച്ച് ഇങ്ങോട്ട് കട ഇത്തിരി ചെറുതാന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ സാമ്പിൾസ് മാത്രമേ ഇരിക്കുന്നുള്ളൂ. ശരിക്കും ഇവരെ ഗോഡൗൺ കാര്യങ്ങളൊക്കെ വേറെ സ്ഥലത്താണ്, കലൂരാണ്. അപ്പൊ ഹായ്, എന്താണ് വിശേഷം? സുഖം. അവിടുത്തെ ഓണറാണ്. കണ്ടാ പറയില്ല അല്ലേ, ചെറിയ കുട്ടിയെ പോലെ ഫീലിംഗ്. പക്ഷെ ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് കണ്ടോ, ബുട്ടി കളക്ഷൻസ് ഇതുപോലത്തെ വെറൈറ്റീസ് ഒക്കെ എന്താ പറയുക ഡിസൈൻ ചെയ്ത് ചെയ്യിപ്പിച്ചെടുത്തതാണ്. ഇനി നമ്മുടെ ഈ കടയെ കുറിച്ച് എന്താ പറയാ? നമ്മുടെ കട എന്ന് പറയുന്നത് 9 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള കടയാണ് മാർക്കറ്റിൽ. പിന്നെ എൻ്റെ സിസ്റ്ററാണ് മെയിനായിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യണത്. പുള്ളിക്കാരത്തിയുടെ ഒരു ഐഡിയയിലാണ് ഇത് ചെയ്യുന്നതും പാറ്റേണും എല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്നതൊക്കെ, വർക്കും ഹാൻഡ് വർക്കും എല്ലാം വന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ബുട്ടിക് അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് ടേസ്റ്റ് അങ്ങനെ വേറിട്ട് നിൽക്കണം, കുറച്ച് വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ബുട്ടിക് കളക്ഷൻസ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ ഇനി നമുക്ക് കുറച്ച് കളക്ഷൻസ് ഒക്കെ കാണിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആരെ കാണിക്കാൻ പോണേ കളക്ഷൻസ് ഒന്ന്? സീനിയർ സ്റ്റാഫ് ഉണ്ട്. അപ്പൊ ഈ മൈക്കൊന്ന് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു. ഞാൻ പേര് ചോദിച്ചില്ല കേട്ടോ. എന്റെ പേര് നയാസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ചേച്ചി നമുക്ക് വെറൈറ്റി കളക്ഷൻസ് കാണിക്കണം. അപ്പൊ ഞാൻ ഇട്ടിരിക്കണെ കുറിച്ചിട്ട് നമുക്ക് പിന്നീട് പറയാം. പക്ഷെ ഇതിനേക്കാളും നല്ല നല്ല സാധനങ്ങൾ ഇനി ഇവിടെ ഇരിക്കണമെന്ന് ഞാൻ കേട്ടു. എവിടെയല്ല ഇവിടുന്ന് പിടിച്ചാലോ? ഇവിടെ തന്നെ പിടിക്കാം. കാരണം ഇവിടെ നിൽക്കാൻ ഗ്യാപ്പില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ സാമ്പിൾസ് ആണ്. അതും 100-200 തരം വെറൈറ്റീസ്, പാറ്റേൺസ്, ഡിസൈൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇവിടുന്ന് പറയുകയാണെങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗോഡൌണിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. യൂണിറ്റ് ഇല്ലേ നിങ്ങൾക്ക്? അതെ, യൂണിറ്റ് ഉണ്ട് പൊറ്റക്കുഴിയിൽ. ഓക്കെ, അവിടേക്ക് കൊണ്ടുപോകണം കേട്ടോ. അതെ, കൊണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഏതാ കാണിച്ചെന്ന്? നമുക്കിത് ജാക്കറ്റ് ആണ്. ജാക്കറ്റ് മോഡൽ. ഓക്കെ, ഇത് കലങ്കാരിലും വന്നുണ്ട്, അജ്രക്കിലും വന്നുണ്ട് ജാക്കറ്റ്. അപ്പൊ ഇത് ജോർജറ്റിന്റെ മെറ്റീരിയൽ, സ്ലീവ്ലെസ് വേണമെങ്കിൽ ഇങ്ങനെയും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഇങ്ങനെ വേണ്ട, നമുക്കൊരു ജാക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കലംകാരിയുടെ
ഇത് ഈ ഒരു ജാക്കറ്റ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ശരിക്കും ഇത് വേറെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഇവര് സൈസിന്റെ കാര്യത്തിൽ ഞാൻ തോറ്റുപോയിട്ടാ. കാരണം സാധാരണ ലാർജ് വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ലൂസ് ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ കുറച്ച് ടൈറ്റ് ആവാറുണ്ട്. കൈയിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇല്ലേ, ഇവിടെ ഇങ്ങനെ മടക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ഫീൽ. പക്ഷെ ഇപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ ഇട്ടിരിക്കുന്നത്. ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഇതിൽ പല കളേഴ്സ് ഉണ്ട്, അതും 10 കളേഴ്സ് ഉണ്ട്. വെയിറ്റ് ചെയ്യട്ടോ, ഞാൻ കാണിച്ചു തരാം എന്തായാലും. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ കളേഴ്സ് എങ്ങനെയാ? ഇതിന്റെ കളർ ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ളത് ഒരു 6 കളർ വന്നിട്ടുണ്ട്. അപ്പൊ ഏതൊരു പാറ്റേൺ കാണിച്ചാലും അതിൽ 6 കളർ ഉണ്ട്. രാവിലെ ഭക്ഷണം കഴിച്ചില്ലേ? അതെ അതെ, കുറച്ച് ഓർക്കണ സംസാരിക്കുക, ഞങ്ങക്ക് എനർജി വേണം. പിന്നെ ഇത് കലങ്കാരിയിൽ വന്നേക്കണതാണ്. ഓക്കെ, ഇത് കാന്താര പ്രിന്റ്, ഇത് അജ്രക്ക് പ്രിന്റിൽ വന്നേക്കണേ. ഇത് അജ്രക്കിന്റെ കാന്ത പ്രിന്റും കൂടി ഇതിൽ പോയിട്ടുണ്ട്. അതില് ഇത് തുറന്ന് കാണിക്കട്ടെ, എനിക്ക് ഇങ്ങനെ കണ്ടാലും അറിയില്ല. ഇതിപ്പോ സൈസ് ഇപ്പൊ 44 സൈസ്, വലിയ സൈസാണ്. ഓ, അപ്പൊ പ്ലസ് സൈസ് വേണവർക്ക് അങ്ങനെയുണ്ട്. കാരണം ഇവർക്ക് പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യിപ്പിച്ച് തരാനും പറ്റും. ഇനി ഇതാണ് ശരിക്കുള്ള ലുക്ക്. നമുക്കൊരു ബുട്ടിക്ക് ടേസ്റ്റിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഈ ഒരു വെറൈറ്റി. പിന്നെ ഇതിന്റെ സെയിം ചേഞ്ച് കുറെ ഉണ്ട്, കുറെ കളർ ചേഞ്ച് ഉണ്ട്. 6 ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പൊ ടോൺ ടു ടോൺ ആയിരിക്കും അല്ലേ ഇത്? അതെ അതെ. ഓക്കെ, അപ്പൊ ഇത് റെഡ് ആണെങ്കിൽ റെഡില്, ഗ്രീൻ ആണെങ്കിൽ ഗ്രീനില്. ഇത് വലിച്ചു വരുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഇരുന്ന് മടക്കണം കേട്ടോ. ഇത് ലാവെൻഡർ ഷെയ്ഡ്. ഓഫ്, നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ് അല്ലേ? ഒക്കെ നല്ല വെറൈറ്റി ഷെയ്ഡുകൾ. അപ്പൊ കളേഴ്സ് ഉണ്ട്, ഏത് കാണിച്ചാലും അതിലൊരു നമുക്കൊരു 6 to 7 കളേഴ്സ് എന്തായാലും ഉണ്ടാവും കേട്ടോ. അടുത്ത പാറ്റേൺ എടുത്താലോ? പിന്നെ ഇത് വന്നിട്ട് ലേസ് വന്നിട്ട് 2 ടോൺ മെറ്റീരിയലാണ് ഇത്. ഓക്കെ, ക്യാപ്സൂൾ റയോൺ വന്നിട്ട് ഇത് സ്ട്രെയിറ്റ് കുർത്തിയിൽ വരുന്നത്. അതുപോലെ ലേസ് മോഡലാണ്, വീനെക്കാണ് ഇത് വരുന്നത്. ഒരു ഫിനിഷിങ് ഞാനൊന്ന് മറിച്ച് കാണിച്ചു കൊടുത്തോട്ടെ? കാണിച്ചു. അത് അനുവാദത്തോട് കൂടി ചോദിക്കാണ് കണ്ട. ഇന്റർലോക്ക് ചെയ്തിട്ട് പക്ക ഇന്റർലോക്ക് ചെയ്തിട്ട് ഫിനിഷിങ്ങോട് കൂടി. ചില സ്ഥലത്തൊക്കെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവമൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ കുറച്ചൊരു 5 രൂപ 10 രൂപ അവിടെ കോസ്റ്റ് കുറയും. അങ്ങനെ പ്രൊഡക്ഷനില് ഇന്റർലോക്ക് ആണ്. അതെ, പക്ക ക്വാളിറ്റിയും ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്. ഇതിന്റെ കളർ ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് കളർ ചേഞ്ച്. 1, 2, 3 ഷെയ്ഡ്. ഇതിപ്പോ നമ്മൾ ഓപ്പൺ ചെയ്ത ഷെയ്ഡ്, സെയിം മെറ്റീരിയല്. പിന്നെ ഇതും ഇതാണോ? ഇത് ഇതാ. പിന്നെ ഈ ഒരു ഷെയ്ഡ് വീനെക്കില് നടുക്കിലത്തെ. ഇതാണ്. ഇതല്ല, ഇത് വേറൊരു മോഡലാ. ഇതേ ഇങ്ങനെ ഒരു 4 ഷെയ്ഡ് വരുന്നുണ്ട്, ഡിഫറെന്റ് പ്രിന്റില്. ലേസ് വർക്കിൽ തന്നെയാ, വീനെക്കിലാണ് ഇത് വരുന്നത്. അടുത്തൊരു പാറ്റേണിലേക്ക് പോയാലോ? പിന്നെ അടുത്ത വന്നേക്കണത് അടുത്ത പാറ്റേൺ വീനെക്കിൽ തന്നെയാ. ഇത് ഫ്ലെയർ ടോപ്പ് ആണ്. ഇത് 1 സൈഡ് പോക്കറ്റ് ഉണ്ട് ഇനി. ഓക്കെ, അത് 1 സൈഡ് എ ലൈൻ കുർത്തിയാണ്. 1 സൈഡ് പോക്കറ്റ്, വീനെക്ക്. പിന്നെ ഇതൊരു ബോക്സ് ഫ്ലീറ്റ് ആ ഒരു പാറ്റേൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫോയിൽ പ്രിന്റ് കൂടി ഉണ്ട്. പിന്നെ എന്താണ് ഇതിന്? അംബിക നെക്കാണ് ഇത് വന്നേക്കുന്നത്. അംബിക നെക്ക്, വീനെക്ക്. പിന്നെ 1 സൈഡ് പോക്കറ്റ് ഉണ്ട്. 1 സൈഡ് പോക്കറ്റ് ഉണ്ട്. ഫോണൊക്കെ ഇപ്പൊ എല്ലാവരും സ്റ്റൈലിൽ കയ്യിൽ പിടിച്ചിട്ടാണ് നടക്കുക. പോക്കറ്റിന്റെ ആവശ്യമില്ല, എന്നാലും നമ്മൾ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പോക്കറ്റ് വേണ്ടവർക്ക് പോക്കറ്റ് എങ്ങനെയാ വേണമെങ്കിലും നമുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ഇത് സെയിം, അതിന്റെ ഒരു ഡിഫറൻറ്റ് ചേഞ്ച്. സെയിം ആ ഒരു എ ലൈനിൽ തന്നെ വരുന്നതാണ് കേട്ടോ. 1 സൈഡ് പോക്കറ്റ് ഫ്ലീറ്റ് ആയിട്ടുള്ളത്, ബോക്സ് ഫ്ലീറ്റ് പാറ്റേണിലാണ് നടുക്കിൽ കൊടുത്തിരിക്കുക. അപ്പൊ ഇത് ഇങ്ങനെ ഫ്ലീറ്റ് വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് തടി, നമ്മുടെ മലയാളികൾക്ക് കുറച്ച് വയറ് കൂടുതലാണ് പെണ്ണുങ്ങൾക്ക്. അങ്ങനെ വരുമ്പോൾ വയറൊക്കെ ഹൈഡായി നിൽക്കും. അപ്പൊ ആ ഒരു ഗുണം ഇതിലുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പാറ്റേണിൽ തന്നെ സെയിം ഡിഫറെന്റ് 3 കളേഴ്സ്. അത് ഓരോ ടൈമിൽ ഇങ്ങനെ പ്രിന്റുകളും ഡിസൈൻസ് എല്ലാതും മാറും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് പ്രൊഡക്ഷനാണ്, പല മോഡൽസും പല രീതിയിലും വന്നുണ്ട്. ഇത് നല്ല ഷിമ്മറി, അതിന്റെ ഹാൻഡ് വർക്ക് വന്നിട്ട് നമ്മുടെ യൂണിറ്റിൽ തന്നെ ചെയ്യണേ ഹാൻഡ് വർക്ക്. അതെ, ഇതിന്റെ മെറ്റീരിയൽ ഒന്ന് സൂം ചെയ്തോ. നല്ല മെറ്റീരിയൽ, ഒരു ഷൈനിങ് കൊടുക്കുന്ന ഒരു മെറ്റീരിയൽ, ഷിമ്മറി ടൈപ്പ് ആയിട്ടുള്ളത്. അതിൽ വീനെക്കാണ്. അതുപോലെ ഹാൻഡ് വർക്ക് ഇവരുടെ ഓൺ യൂണിറ്റ് ആണ്. ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. എന്തായാലും യൂണിറ്റ് ഉണ്ടെന്നുള്ളത് തെളിവ് എനിക്കറിയണം. യൂണിറ്റ് ഉണ്ട്. ഇതാ വിത്ത് പാന്റ് അടക്കല്ലേ? അപ്പൊ 2 പീസ് ഇട്ടാ. 2 പീസ് വരുന്നുണ്ട്, 3 പീസ് വരുന്നുണ്ട്, കുർത്തി വരുന്നുണ്ട് അല്ലേ? പിന്നെ ഗൗൺ ടൈപ്പ് വരുന്നുണ്ട്. ഒക്കെ ബൂട്ടിക് ടേസ്റ്റ് ആയിട്ടുള്ള ഈ മെറ്റീരിയൽ. നോർമലി നമുക്ക് ഷിമ്മർ എന്ന് പറയുമ്പോൾ ഞാൻ വേറെ മെറ്റീരിയലാണ് കണ്ടിരിക്കുന്നത്. ഈ ഒരു മെറ്റീരിയൽ എനിക്ക് ഇത്തിരി പുതുമയാണ്. ആർക്കെങ്കിലും അറിയുന്ന വെച്ചൊന്ന് പറഞ്ഞു തരൂ. ഇവിടുത്തെ ഓണർക്ക് അറിയാം, എന്നാലും അതല്ല, നിങ്ങൾ കമന്റ് ചെയ്ത് പറയും ഈ മെറ്റീരിയൽ ഏതാന്നുള്ളത് അല്ലേ? അതല്ല ഒരു ചേഞ്ച് ഉണ്ട് കേട്ടോ. എന്തൊക്കെയാ കളർ ചേഞ്ച്? ഞാൻ അങ്ങോട്ട് വന്നാലോ? ഇത് ഞാൻ വീണ്ടും പറയാണ്, കട ചെറുതാണ്, പക്ഷെ ഇവിടെ സാമ്പിൾസ് മാത്രം. ഇങ്ങനെ കട ചെറുതാ എന്താ പറയാ, ഒരു ചൊല്ലില്ലേ, അമ്പലം ചെറുതായാലും പ്രതിഷ്ഠ. ആ ഒരു
ശരിയല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്ന് പറയുമ്പോൾ മൊത്തം സാമ്പിൾസ് ആണ്. ഇഷ്ടപ്പെട്ടത് ഏതാ നോക്കുക, എടുക്കുക. അത് അവര് ഓർഡർ പ്രൊഡക്ഷൻ സ്ഥലത്ത് നിന്ന് അവര് അത് ബൾക്കായിട്ട് നിങ്ങൾക്ക് എത്ര വേണം പീസ് എന്ന് വെച്ചാൽ അത് 500 വേണോ 1000 വേണോ എത്ര പീസ് വേണമെങ്കിൽ നമുക്ക് അടിച്ചു തരും. ആ മെറ്റീരിയൽ അവിടെ ഉണ്ടാവണം ആ ടൈമിൽ കേട്ടോ. അപ്പോൾ അടുത്തത് സെയിം അതിൽ തന്നെ പാറ്റേണിൽ തന്നെ ഡിഫറെൻറ്റ് കളർ ചേഞ്ചിൽ നല്ല നല്ല കളർ ഷെയ്ഡ്സ് ആട്ടോ. ഒക്കെ മസ്റ്റേർഡില് അല്ലേ, നല്ല രസമുണ്ട് അല്ലേ ഷെയ്ഡ്. ഇതൊരു ഡിഫറെന്റ് ഷെയ്ഡ് വരുന്നത്. ഒരു ഷിമ്മറി ഒരു സെമി പാർട്ടി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓഹ്, ഇത് അതിനേക്കാളും നല്ല അടിപൊളി ഷെയ്ഡാണല്ലോ, ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്നത്. ഇതൊക്കെ ശരിക്കും ഇങ്ങനെ നിവർത്തി കാണിച്ചാലോ അതിന്റെ ഒരു അതെ, നിവർത്തി കാണിക്കുമ്പോഴാണ് അതിന്റെ ഒരു രസം. കണ്ടോ, അതും വിത്ത് ലൈനിങ് എടുക്കാം അല്ലേ? വിത്ത് ലൈനിങ് എടുക്കാണ് കേട്ടോ, അതും കൂടി എടുത്ത് പറയണം. ഇതും നല്ല പക്ഷെ സോഫ്റ്റ് ഫാബ്രിക്കാ, നല്ല ഇങ്ങനെ ഹാർഷ് ആണ്. ഷിമ്മറി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ മനസ്സിലൊരു ഉള്ളിൽ ഇങ്ങനെ കുത്തും കൊള്ളും, പക്ഷെ അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല കേട്ടോ. അതിനാണ് ഡിഫറെന്റ് കളേഴ്സ്. അപ്പൊ കളേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ കളേഴ്സ് കാണിക്കില്ല, ഇനി അടുത്ത പാറ്റേണിലേക്ക് പോവാം. നമുക്ക് അടുത്ത പാറ്റേൺ നോക്കിയാലോ. അടുത്ത പാറ്റേൺ വർക്ക് ആയിട്ടാണ് ഇത്. പക്ക ജയ്പൂരി, ഇതിന് 2 പീസ് ആണ്. അതെ, പക്ക ജയ്പൂരി സ്റ്റൈൽ, ഒരു സെമി പാർട്ടി വെയർ. ഇത് ഒരു എ ലൈൻ. പറഞ്ഞോ, ഇത് ഫ്ലെയർ ടോപ്പ് ആണ്. ഫ്ലെയർ. അപ്പോൾ 2 പീസാണ്, ജയ്പൂരി കോട്ടണിലാണ്. ഇതിൽ യോക്കിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. ഇതിലും കാണിക്കുന്നതിൽ 4 കളർ അല്ലെങ്കിൽ 6 കളർ ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ എങ്ങനെയപ്പോൾ നമ്മൾ എടുക്കാം, വീഡിയോ കോൾ ചെയ്താൽ പോരെ? അതെ, വീഡിയോ കോളിൽ സെലക്ട് ചെയ്താൽ പോരെ. പിന്നെ എങ്ങനെ അയച്ചു കൊടുക്കണമെങ്കിൽ അയച്ചു കൊടുക്കാം. അതെവിടെ ഇന്ത്യയിലെ പുറത്തേക്കൊക്കെ അയച്ചു കൊടുക്കില്ലേ? ഞങ്ങളുടെ UK ദുബായിൽ നിന്നൊക്കെ ആൾക്കാർ വിളിക്കൂട്ടാ. അപ്പൊ ധൈര്യമായിട്ട് വിളിച്ചോ. അപ്പൊ എവിടെയൊക്കെ വേണമെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ജയ്പൂരി കോട്ടണിലാണ് സെയിം. കളർ ചേഞ്ചും പ്രിന്റുകളും മാറ്റമുണ്ട് കേട്ടോ. ഇതിന്റെ പ്രിന്റുകളും ശരിക്കും ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ അതിന്റെ ഒരു ഭംഗി, വെച്ച് കാണിക്കുമ്പോ ഭംഗിയുണ്ട്, ഇട്ട് കാണിക്കുമ്പോ അതിനേക്കാളും ഭംഗിയാ. 2 പീസ് കേട്ടോ. പിന്നെ വരുന്നത് പാനലാണ്. ഇത് അഞ്ചരക്കില് പാനല്, ഹെവി വർക്ക് വന്നിട്ട് ഇത് കുറച്ചുകൂടി ഫ്ലയർ കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? പാനൽ കട്ടാണ് ഇത്. പാനൽ കട്ട്. ഇതില് യോക്കില് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ അത് ഹാൻഡ് വർക്ക് ഒക്കെ പക്ക ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഡിഫറെന്റ് കളർ ഉണ്ട്, പ്രിന്റുകൾ വ്യത്യാസമുണ്ട്. ഇത് ഇവിടെ നിന്ന് തൊട്ട് ഈ ഫുൾ കാണുന്നത് മൊത്തം ഹാൻഡ് വർക്കിന്റെ സെക്ഷൻ ആണ്. അതുപോലെ അടിയിലും ഈ കാണുന്നത് മൊത്തം എന്ന് വെച്ചാൽ ഫ്ലയർ ഐറ്റംസ് ജയ്പൂരി കളക്ഷനിലെ ഹാൻഡ് വർക്ക് വേണമെന്ന് വെച്ചാൽ ഇവിടെ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഡിഫറെന്റ് ഒരു കെട്ടായിട്ട് മാത്രം വെച്ചിട്ടുള്ളൂ. ബൾക്ക് ഐറ്റം വേണമെന്ന് വെച്ചാൽ വീണ്ടും പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ബൾക്ക് ഐറ്റം കെട്ടെന്നൊക്കെ പറഞ്ഞു, ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത്? അത് സൈസ് ആണ്, ഇത് M2XXL ആണ്. ഇത് M2XXL. എവിടെയാ കെട്ടൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഏത് സൈസ് ആയാലും കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ ഇത് ഒരു ഡിഫറെന്റ് പാറ്റേൺ ആണ്, പക്ഷെ ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തു മാത്രം. അപ്പൊ മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ 4 പീസിന്റെ ഒരു സെറ്റാണ് എടുക്കേണ്ടത്. കാരണം ഇത് ഹോൾസെയിലാണ്, റീറ്റെയിൽക്കാർ ഇവിടെ വിളിക്കുകയേ വേണ്ട. അപ്പോൾ ഹോൾസെയിൽക്കാർക്ക്, കച്ചവടക്കാർക്ക്, അല്ലെങ്കിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ ബിസിനസ് നടത്തുകയാണെങ്കിൽ അവർക്കൊക്കെ ആയാലും ബൾക്ക് എടുക്കണം എന്ന് മാത്രം. ഇനി എത്ര രൂപയ്ക്ക് മേടിക്കണം എന്താണെന്നുള്ളത് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. പക്ഷേ എന്തായാലും ഇങ്ങനെ ഒരു പീസ് തന്നെ എടുക്കണം. ബുട്ടിക് അന്വേഷിക്കുന്നവരാണെങ്കിൽ, ബുട്ടിക് ടേസ്റ്റ് ഉള്ള കളക്ഷൻസ് അന്വേഷിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഏത് സാറ ഡിസൈൻ. എത്ര മണിക്കാണ് വരിക? ഇവിടെ നമുക്ക് തുടങ്ങുന്നത് 10 മണിയാകുമ്പോ, കറക്റ്റ് 10 മണിക്ക് തുടങ്ങും. കറക്റ്റ് 1 മിനിറ്റ് നേരം വൈകില്ല. ഫൈൻ കേട്ടോ, അന്നത്തെ സാലറി കട്ട്. അടുത്തത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആണ്. ഈ ക്വാളിറ്റിയുടെ മെറ്റീരിയലിന്റെ പേര് ചന്ദേരി മോഡൽ സിൽക്കാണ്. ഇത് മാർക്കറ്റിൽ വന്ന് തുടങ്ങിയിട്ടില്ല, വന്നിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാ വെച്ചാൽ മോഡൽ മാത്രമാണെങ്കിൽ മോഡൽ, ചന്ദേരി മാത്രമാണെങ്കിൽ ചന്ദേരി. ഇനി മോഡൽ ചന്ദേരിയും കൂടിയിട്ടുള്ള ഒരു ഫ്യൂഷൻ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. അപ്പൊ ഇത് ഫുൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ്. അതും നല്ല ഹെവി ഹാൻഡ് വർക്കോട് കൂടി ഫ്ലയർ ടൈപ്പ് ആയിട്ടാണ് കേട്ടോ. അതും പാനൽ സാധാരണ എല്ലാവരും ഇവിടെ നിന്നൊക്കെ അനാർക്കലി സ്റ്റൈല്, പക്ഷെ ഇത് കറക്റ്റ് പക്ക ഷോൾഡറിന്റെ അവിടെ നിന്ന് തന്നെ ആ ഒരു പാനൽ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ യോക്കിൽ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ഫുൾ ഹെവി വർക്ക്. ഇതിൽ തന്നെ ഡിഫറെന്റ് പ്രിന്റുകളാണ് ഈ കാണുന്നത് മൊത്തം. ഡിഫറെന്റ് പ്രിന്റുകളും കളർ ചേഞ്ചുകളും. പക്ഷെ പാറ്റേൺ സെയിം ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പാറ്റേൺ സെയിം ആയിരിക്കും. ഇതും ഒരു ഡിഫറെന്റ് പാറ്റേൺ സെയിം ആണ്, അതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. പക്ഷെ പ്രിന്റുകൾ ഡിഫറെന്റ് ആണ്, മെറ്റീരിയൽ സെയിം ആയിരിക്കും. മോഡൽ പ്രീമിയം ചന്ദേരി മോഡൽ. ആളപ്പോഴേക്ക് വേറെ ലോകത്തേക്ക് പോയി. ഇതാ ചേച്ചി ഉഷാറാവ്. ഞങ്ങക്ക് ഇത് കാണിക്കാനുള്ളതാ. ഇതൊക്കെ എന്ന് പറയുമ്പോ മാർക്കറ്റിലൊക്കെ അന്വേഷിക്കുമ്പോ കിട്ടാത്ത കുറെ സംഭവങ്ങളുണ്ട്, അതൊക്കെ ഇവിടെ വന്നാൽ കിട്ടും. കണ്ട
അപ്പൊ ഇതാ ഈ ഒരു വെറൈറ്റി. ഇനി അടുത്തത് എന്താ കാണിക്കാൻ പോണത്? ഷോൾ സെറ്റ് ആയി കാണിക്കാൻ പോണത്. ആ ഷോള് 3 പീസിന്റെ കേട്ടോ. 3 പീസ് ആണ് ഇത്. 3 പീസിന്റെ സ്ട്രെയിറ്റ് ഒരു കുർത്തിയാണ് വരുന്നത്. ഇത് വിത്ത് ലൈനിങ് അടക്കാണ് വരുന്നത്. ഇനി ഇതിന്റെ ദുപ്പട്ട ഒന്ന് തുറന്ന് കാണിച്ചേ. ദുപ്പട്ടൊക്കെ എന്തൊരു സോഫ്റ്റ് സിൽക്കി ഫാബ്രിക് അല്ലേ? അതെ അതെ, നല്ല സിൽക്കി ഫാബ്രിക് ആണ്. നല്ല ഒരു പ്രീമിയം ദുപ്പട്ട. ചന്തേരി മോഡൽ സിൽക്ക്. ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഓവറോൾ. അപ്പൊ ഇതിൽ തന്നെ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ പല കളേഴ്സിൽ വരുന്ന വയലറ്റ് ഷെയ്ഡൊക്കെ നല്ല പാന്റ് ആയാലും നല്ല അടിപൊളിയാട്ടോ. ഇനി പാന്റ് പക്ക ഫിനിഷിംഗ് ആണ് ഇത്. ഫിനിഷിങ് ഉള്ളിൽ നമുക്ക് തുറന്നു നോക്കാം. ഇതാ പാന്റിന് വരെ നമുക്ക് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി ഇത് കൂടാണ്ട് ഇനി ഇതിന്റെ എലാസ്റ്റിക് കാര്യങ്ങള് വണ്ണുള്ളവർക്ക് വരെ ഇടാൻ പറ്റുന്നു. ഇതാ കണ്ട എത്ര തൈസിനൊക്കെ ചിലർക്ക് നല്ല വണ്ണം ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. കളർ ചേഞ്ച് ഉണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഈ ഒരു വയലറ്റ്, പിന്നെ എന്താ റെഡ്, ബ്ലാക്ക്, പിന്നെ ഒരു കൊണ്ടുവന്നേക്കണത്. അതെ ഒക്കെ ഒരേ കെട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുള്ളൂ അല്ലേ? തയ്ച്ച് മൊത്തം യൂണിറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. അതെ, ഇതൊരു ബ്ലാക്ക്, വയലറ്റ്, പിന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡ്, ഇതൊരു ബ്ലൂ ഷെയ്ഡ്, പിന്നെ ഒരു നല്ലൊരു പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട്. ഇതൊരു പിങ്ക് ഷെയ്ഡും വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ലെവൻഡർ ഷെയ്ഡ് ഒന്ന് തുറന്ന് നോക്കിയാലോ നമുക്ക്? തുറന്നു കൊടുക്ക്. ഈ ഷോൾ ഒന്ന് വെച്ച് കാണിച്ചാൽ അതിന് മുകളിൽ. അത് പ്രീമിയം എന്ന് വെച്ചാൽ ദുപ്പട്ട തന്നെ നല്ല സിൽക്കി സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ. പിന്നെ എല്ലാവരും ഈ കളർ കൂടുതൽ പ്രിഫർ ചെയ്യാറില്ലേ, പക്ഷെ നല്ല കളറാണ് ലെവൻഡറിൽ. നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് കേട്ടോ. ബോട്ടം നല്ല അതും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ബോട്ടം സാധാരണ എല്ലാവരും കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്യുക. പക്ഷെ ഇത് അങ്ങനെയല്ല, സെയിം മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പ്രീമിയം ക്വാളിറ്റിയിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഇതിന് തന്നെ പിങ്ക് ഒക്കെ നല്ല സോഫ്റ്റ് അല്ലേ? നല്ല മെറ്റീരിയൽ, സോഫ്റ്റ് ഒരു സെമി പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. നല്ല ദുപ്പട്ട നല്ല ഭംഗിയാണ്. പ്രിന്റില് ഫുൾ പ്രിന്റ് ഓവറോൾ, അതും നല്ല വീതിയും നല്ല നീളത്തിലും ഒക്കെ വരുന്ന ഒരു കളക്ഷൻ കേട്ടോ. സൂപ്പർ. അപ്പൊ ഇതിന്റെ പാന്റ് കാര്യങ്ങളൊക്കെ കണ്ടു. ഇതാണ് ഇതിന്റെ ബൾക്ക്. ഇത് ഇപ്പൊ സാമ്പിൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത് ആയി. ഇനി അടുത്തൊരു കളക്ഷൻ എന്ന് പറയുമ്പോ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അതെ, ഇത് റംഗോളിയിലാ. ഇത് രംഗോലി സിൽക്ക് റംഗോളിയില്. അതെ, അതില് യോക്കില് വർക്ക് വന്നിട്ടുണ്ട്. ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ സ്ലീവിലും വന്നിട്ടുണ്ട് വർക്ക്. ഓക്കെ, സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട്. ഇതിലും കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ കളർ ചോദിച്ചാൽ മതി. വീഡിയോ കോൾ ചെയ്തത് ഇതിന്റെ കളർ ഇരിക്കുന്നു. ഇതാണ് കളേഴ്സ് ഒക്കെ ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. പ്ലെയിനിൽ ഇങ്ങനെ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു കളർ ഷെയ്ഡ്സ് ആണ് കേട്ടോ വരുന്നത്. ഇപ്പൊ ഇതായി. ഇനി അടുത്തത് ഇത് ചിനോന, ജിമിച്ചു സോറി, ചിനോനല്ല, ജിമിച്ചു ഫാബ്രിക്കില് ഫുൾ ചെറിയ ചെറിയ പഞ്ചസാര മുത്തുകളൊക്കെ ഇങ്ങനെ വെതറി കിടക്കണം കണ്ട. ഡ്രസ്സല്ല, അതും നല്ല ലെവൻഡർ ഷെയ്ഡില് നല്ല ഫുൾ പാർട്ടി വെയറിലല്ലേ. നല്ല ഇതിനും കളർ ചേഞ്ച് ഉണ്ട്. അതെ, കളേഴ്സ് നല്ല നല്ല ഷെയ്ഡുകളല്ലേ. പക്ഷെ അതിനേക്കാളും നല്ല ഭംഗി ഈ ഒരു ലെവൻഡർ ഷെയ്ഡാണ് വരുന്നത്. ഇനിയും കളേഴ്സ് ഉണ്ട് അതില്. ഇത് സെയിം അത് തന്നെയല്ലേ? അല്ല, ഇതില് ചെറിയ മാറ്റം ഉണ്ട്. ഇത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളതാ, ഇത് കുറച്ചൊരു ഡസ്കി ടൈപ്പ് ആയിട്ടുള്ളതാ. ഒക്കെ വ്യത്യാസമായിട്ടുള്ള ഷെയ്ഡുകളാണ് കേട്ടോ വരുന്നത്. ഇതിൽ ഇനിയും കളേഴ്സ് ഉണ്ട്. അപ്പൊ എന്തായാലും 6 ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇനി റേറ്റ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? വിളിച്ചാൽ എല്ലാത്തിന്റെയും റേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇത് ഹോൾസെയിലാണ്. ഇവർക്ക് മാർജിൻ ഇട്ടിട്ടൊക്കെ വിൽക്കണ്ട. ഇവർക്ക് നല്ല ഇവിടെ നിന്ന് മേടിച്ച് കൊണ്ടുപോകണവർക്ക്. അപ്പൊ അത് കാരണം നമ്മൾ റേറ്റ് എടുത്ത് പറയുന്നില്ല കേട്ടോ. പിന്നെ വരുന്നത് സെമി ടെസർ ആണ്. ഇത് സെമി ടെസർ, അതില് ഫുൾ ടോപ്പ് ആണ്. ഇത് വർക്ക് ഹാൻഡ് വർക്ക്. ഇതും സെമി ടെസർ ആയാലും ചെറിയൊരു തിളക്കൊക്കെ ഉണ്ട് അല്ലേ? ചെറിയ ഗ്ലേസിംഗ് ഉണ്ട് ഇതിന്. അതും 2 ഷെയ്ഡാ വരുന്നത്. ഒരു ബ്ലാക്കും മെറൂണും കൂടിയിട്ടായിട്ടുള്ള ഒരു ഷെയ്ഡ് മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇതിന്റെ കളേഴ്സും കളറുണ്ട്. വാവ്, നല്ല പ്രിറ്റി ഷെയ്ഡ് കേട്ടോ. കണ്ടോ, നല്ല ഒരു ലെവൻഡർ ഷെയ്ഡും കൂടി ഉണ്ട് ഇതില്. 4 ഷെയ്ഡ് എന്തായാലും ഉണ്ടാവും അല്ലേ? ഇതിലിപ്പോ 5 ഷെയ്ഡ് ഉണ്ട് ഇതില്. ഓക്കെ, അപ്പൊ ഒരെണ്ണം എന്റെ കയ്യിലിരിക്കുന്ന ഷെയ്ഡ്, പിന്നെ ഈ 2 ഷെയ്ഡ്, പിന്നെ ഗ്രീൻ ഉണ്ട്, ഈ ഒരു ഷെയ്ഡ്, പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടി ഉണ്ട്. ഗ്രീനിൽ തന്നെ 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ. ഇതൊരു ബോട്ടൽ ഗ്രീൻ വരുമ്പോൾ ഇതൊരു വേറെ ഗ്രീൻ വരുന്നത്. അപ്പൊ സൈസസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മീഡിയം, ലാർജ്, XL, XXL. ഇത് കൂടാതെ പ്ലസ് സൈസുകാർക്ക് ഉണ്ടാ?
പ്ലസ് നമുക്ക് തയ്ക്കാനുണ്ട്. തയ്ക്കുന്നുണ്ട്. ഈ യൂണിറ്റിലാണ് അത് തയ്ച്ച് എത്തിയിട്ടില്ല. അത് എത്തിയിട്ടില്ല. യൂണിറ്റിലാണ്. പ്രൊഡക്ഷൻ എപ്പോഴും ഇങ്ങനെ വേറെ വേറെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ പ്ലസ് സൈസ് വേണമെന്ന് പറയുകയാണെങ്കിൽ അതും ഉണ്ട്. അപ്പൊ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. 2 ദിവസം കൂടുമ്പോൾ ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും അല്ലേ? രാവിലെ ഐറ്റം വരും, വൈകുന്നേരം ആകുമ്പോഴേക്കും കച്ചവടം കഴിയുമ്പോഴേക്കും പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും സാധനങ്ങൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും. മാറിക്കൊണ്ടിരിക്കും. അതാണ്. അപ്പൊ യൂണിറ്റ് എന്തായാലും പോയി നോക്കണം. ഇത്ര ഗംഭീരമായിട്ടുള്ള യൂണിറ്റ് കാര്യങ്ങളൊക്കെ കണ്ടേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇനി അടുത്ത കളക്ഷൻ നോക്കിയാലോ? അടുത്തത് വന്നേക്കണത് ഒരു ഹാൻഡ് വർക്ക് ഐറ്റം ആണ്. ഇത് അടുത്തത് ഒരു ഹാൻഡ് വർക്ക്. ഇത് വിചിത്രയാ? വിചിത്ര സിൽസില്. വിചിത്രയിൽ തന്നെ നല്ല ക്വാളിറ്റി അല്ല, എനിക്ക് തോന്നുന്നത് ഇത് വിചിത്ര അല്ല. വന്നേക്കണത് ഇത് ഫ്രണ്ടില് അജ്രക്കാണ്. ഈ ബാക്ക് സൈഡിലത്തെ തുണി വിചിത്രയല്ലേ? അതെ വിചിത്രയല്ല. എനിക്കൊരു ഡൗട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാണുന്ന വിചിത്ര പോലത്തെ വിചിത്രയല്ല, ഇത് കുറച്ചുകൂടി പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള വിചിത്രയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു വിചിത്രയില് നടുക്കില് ഫുൾ പാനൽ വർക്കാണ്. അതില് കലംകാരി, അജ്രക്ക് പാനലാണിത്. അതെ, അതിലും ഹാൻഡ് വർക്കും ഉണ്ട്. അങ്ങനെ വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പൊ ഈ ഒരു പാനൽ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ ബേസ് വരുന്നത് നമുക്ക് വിചിത്രയാണ് വരുന്നത്. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ വേറെയും ഡിഫറെന്റ് പാച്ച് വർക്കോട് കൂടിയിട്ട് ഇതാ ഡിഫറെന്റ് പാച്ച് വർക്ക്. ഇതിൽ വരുമ്പോൾ വേറൊരു ഡിഫറെന്റ് പാച്ച് വർക്ക്. കളറൊക്കെ നല്ല രസമല്ലേ? ആ കയ്യിൽ നല്ല ഷെയ്ഡാണ് വരുന്നത്. അപ്പൊ ഈ ഒരു കളക്ഷന് ഒരു കുറവില്ല. ഒരു 100-200 തരം പാറ്റേൺസും ഡിസൈൻസും നമുക്ക് കാണിക്കാനുണ്ട്. ഇത് ആലിയ കട്ടാണ് വന്നേക്കണത്. ആലിയ കട്ടില് പക്ക കോട്ടൺ അല്ലേ? അത് ആലിയ കട്ടില് ഫുൾ ഫ്ലയറോട് ഫ്രില്ല് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പോംപോമിന്റെ ചെറിയ എന്നുവെച്ചാൽ ഒരു സിംഗിൾ ഷെയ്ഡ് ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് എടുത്ത് കാണിക്കില്ല. അത് ഇടുമ്പോഴാണ് അതിന്റെ ഒരു ലുക്ക് മനസ്സിലാക്കണം. പേഴ്സി പ്രിന്റ്, പേസ്ലി പ്രിന്റ് കേട്ടോ. എനിക്ക് അവിടെ നിന്ന് പറഞ്ഞു തരാണ് പേസ്ലി പ്രിന്റ് എന്ന് പറഞ്ഞത്. ഈ ഒരു പ്രിന്റിന് ബുട്ടിക്കാർക്കൊക്കെ നന്നായിട്ട് പോകുന്നു. എന്റെ മോളെ ഒന്ന് ഇങ്ങോട്ട് വായോ, ഒരു മാസ്ക് ഇട്ടിട്ട് ഞാൻ വരൂല്ലാന്ന് എനിക്ക് നാളാവുന്നുണ്ട്. ശരിക്കുള്ള ഓളറോ സിസ്റ്ററോ ആണ് അല്ലേ? പക്ഷെ ആള് ഫേസ് കാണിക്കാൻ ഇത്തിരി മടിയായതുകൊണ്ട്. പക്ഷെ ഇനി ഫേസ് കാണുന്നവർ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് കടയിലേക്ക് വന്നാൽ മതി അല്ലേ? അപ്പൊ നേരിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് പേസ്ലി പ്രിന്റ് അല്ലേ? കുറച്ച് ഫേമസ് ആയിട്ടുള്ള പ്രിന്റ് ആണ് പേസ്ലി പ്രിന്റ്. ബുട്ടിക്കാർക്ക് കുറച്ച് കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. അതിന്റെ കളേഴ്സ് കേട്ടോ. ഇതാ റെഡ്, ബ്ലൂ, നേവി ബ്ലൂ, ബ്ലാക്ക്, പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡ്, നല്ലൊരു വയലറ്റ് ഷെയ്ഡ്. ലാവൻഡർ എന്ന് പറയില്ല, വയലറ്റ് ഷെയ്ഡ് കേട്ടോ. ഇതാണ് ഷെയ്ഡുകൾ വരുന്നത്. ഇനി പിന്നെ ഷർട്ട്. ഈ ഷർട്ട് നോക്കണേക്കാൾ മുന്നേ ഇവിടെ എവിടെ ഒരു മിന്നണെന്ന് കണ്ട് ഇത് നമ്മൾ കാണിച്ചതാണ് അല്ലേ? പക്ഷെ നല്ല രസമുണ്ട് അല്ലേ കാണാൻ? ഇത് നമ്മൾ കാണിച്ചതാട്ടോ. അതിന്റെ കളർ ചേഞ്ച് ഇവിടെ ഇരിക്കണ്ടായിരുന്നു. ഇനി അടുത്തത് എന്താണ്? ഇതൊരു ഷർട്ട്. അതെ, ഓരോന്ന് നമുക്ക് തന്നോ. ഇങ്ങോട്ട് ഇട്ടോ, ഇങ്ങോട്ട് ഇട്ടോ. പ്രീമിയം റയോണില് 3 പീസ് സെറ്റ് ആണ് ഇത്. സാധാരണ റയോണൊക്കെ നമുക്ക് എല്ലായിടത്തും കിട്ടും. അതിന്റെ ഒരു ബുട്ടിക്ക് എന്ന് പറയുമ്പോൾ പ്രീമിയം ആവണം. ആ ഒരു പ്രീമിയം റയോൺ ആണ്. ഷോൾ ഉണ്ട് കേട്ടോ. ഷോൾസ്, പാന്റ് നല്ല വീതി, നല്ല നീളമുള്ള ഷോളാണ്. നല്ല വീതിയിലുള്ള ഷോള്, പക്ക പ്രീമിയം റയോണിന്റെ 3 പീസിന്റെ കളക്ഷൻ ആണ്. ഇനി പാന്റ് ഒന്ന് ഉള്ളിൽ കൈയിട്ട് ഇങ്ങനെ ഒന്ന് വിരിച്ച് കാണിച്ചേ, എന്നാലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് സൈഡ് പോക്കറ്റ് ഇല്ല അല്ലേ? പക്ഷെ ഇവിടെ വീഡിയോന് വേണ്ടിയിട്ട് ഇവിടെ ഫ്ലീറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ കണ്ട, ഇവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെയൊക്കെ തുണിയൊക്കെ കറക്റ്റ് ഇല്ലെങ്കിലില്ലേ നമുക്ക് ഇരിക്കുമ്പോഴേക്കും പിന്നെ എന്താ ഉണ്ടാവാന്ന് അറിയാലോ. ബാക്കി ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ ഒരു പോർഷനൊക്കെയാണ് കറക്റ്റ് നോക്കണം, തൈ പോർഷൻ. ബാക്കിയുള്ള പോർഷൻ എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് ആയിരിക്കും. മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ ആ ഒരു സംഭവങ്ങളാണ്. അതിന്റെ കളർ ചേഞ്ച് ആണ് റെഡ്. 2-3 ഷെയ്ഡ് ഉണ്ട് എന്തായാലും. ഇനി ഇതും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കിയാലോ. എന്നുവെച്ചാൽ ഒരെണ്ണം മാത്രല്ല, ഇതില് ബാക്കിയുള്ളതിലും കറക്റ്റ് അവർ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോന്ന് എനിക്കൊന്ന് നോക്കണ്ടേ, ചെക്ക് ചെയ്തിട്ട് അല്ലേ? അപ്പൊ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. പാന്റിന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സെയിം ഇതിൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് സ്റ്റിച്ചിങ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഈ ഒരു പോർഷൻ ഞാൻ പറഞ്ഞില്ലേ, തുണി ഉണ്ടോയെന്ന് നോക്കിയാൽ മതി. പിന്നെ അടുത്ത പ്രത്യേകത എന്ന് പറയാനായിട്ട് നമുക്ക് ഈ ഒരു വേസ്റ്റ് ബാൻഡിൻ്റെ അവിടെ ബാക്ക് സൈഡിലെ എലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് തുണി വെച്ചിട്ട് അതിൽ പെർഫെക്ഷന് വേണ്ടിയിട്ട് നാഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഡ്രോ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഒരു ബ്രാൻഡഡ് ക്ലോത്തൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ ആ ഒരു ഫീലിങ്ങിൽ നമുക്ക് കിട്ടും കേട്ടോ. ശരിക്കും ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു കളറായില്ലേ. ഇനി ഇതിൽ തന്നെ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ വേറെ ഒരു കളർ അല്ല, നേരത്തെ നമ്മൾ ഗ്രീൻ അല്ലേ കാണിച്ചത്? ഗ്രീൻ അല്ലേ കാണിച്ചത്? ഇനി ഇതെന്താ സംഭവം? ഷേഡ് കോളറാണ് ഇത്.
അങ്ങനെ ഫ്രോക്ക് മോഡലുള്ള എന്നുവെച്ചാൽ സിമ്പിൾ ആയിട്ട് ചുടിദാർ ഇത് ലെഗിൻസ് ദുപ്പട്ട ഇതൊന്നും വേണ്ട, നമുക്കൊരു വെസ്റ്റേൺ ടച്ചിൽ വേണം എന്ന് വെച്ചാൽ വെസ്റ്റേൺ അല്ല, ക്രേപ്പ് ആണ് ഇതിന്റെ മെറ്റീരിയൽ. കോളറില് പറഞ്ഞോ, ഞാൻ ഇനി മിണ്ടില്ല, അല്ലെങ്കിൽ അവര് പറയും ചേച്ചിനെ കൊണ്ട് മിണ്ടിക്കണില്ല, ചേച്ചി മാത്രമേ പറയുന്നുള്ളൂ. ആ പറഞ്ഞോ, ഞാൻ മിണ്ടില്ലേ, പറഞ്ഞോ. ഇല്ല പറഞ്ഞോ, കണ്ട ഇനി ഞാൻ എന്ത് പറയാനാ. അപ്പൊ ഇത് വെസ്റ്റേണിൽ വരുന്നതാണ്, ഒരു ക്രേപ്പ് മെറ്റീരിയലില് ഒരു പക്ക വെസ്റ്റേൺ ടച്ച് എന്ന് പറയാനല്ല, എന്നാ ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിൽ വേണമെങ്കിൽ പെടുത്താം. ഇനി ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതിന്റെ സ്ലീവ് തന്നെയാണ്. കണ്ടോ, എലാസ്റ്റിക് ഒക്കെ ചെയ്ത് ശരിക്കും ഇടുമ്പോൾ ഇങ്ങനെ ഒരു പഫ് ടൈപ്പ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഒരു ലേസിന്റെ മോഡലായിട്ട് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു എ ലൈൻ മോഡലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. നടുക്കിൽ ഇങ്ങനെ ബട്ടന്റെ ഡീറ്റെയിലിംഗ്, പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ്. ഇതിന്റെ കളേഴ്സ് വരുന്നുണ്ട്, നല്ലൊരു യെല്ലോ, പിന്നെ ഇതൊരു ബ്ലൂ ആൻഡ് ഗ്രീൻ, പിന്നെ ഇതൊരു ലാവൻഡർ, പിങ്ക്, ഒരു ഷെയ്ഡും കൂടി ഉണ്ട് ഇതില്. ഒക്കെ നല്ല നല്ല ഷെയ്ഡുകളാണ് കേട്ടോ, എന്ത് ആയാലും നല്ല ഷെയ്ഡുകളാണ് ഇത് വരുന്നത്. പിന്നെ ഇത് ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക്, ഇങ്ങനെ തൊടുമ്പോഴും ഇങ്ങനെയൊക്കെ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടുന്നുണ്ടാവും ആ ഒരു സോഫ്റ്റ്നെസ് അല്ലേ. ചില തുണികൾ ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ആവില്ലേ, നല്ല സോഫ്റ്റാ, നല്ല കംഫർട്ടബിൾ. ഇനി എന്താണ് ഇത് അജ്രക്ക് പ്രിന്റില്. ആ അജ്രക്കിന് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. എ ലൈനില് അജ്രക്കില് അതില് ഹാൻഡ് വർക്ക് ആണ് വന്നിട്ട്. അത് പല പ്രിന്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓരോ സമയത്തും ഓരോരോ പ്രിന്റുകളായിരിക്കും വരിക അല്ലെ. ഇപ്പൊ ഈ ഒരു പ്രിന്റ് കണ്ടില്ലേ, ഇതിൽ തന്നെ സെയിം പാറ്റേണിൽ തന്നെ ഇതൊരു വേറെ പ്രിന്റിലാണ് വരുന്നത്, പക്ഷെ ഫുൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ട് സെയിം ആ ഒരു ഇത് കാത്ത മെറ്റീരിയൽ. ഇത് കാന്ത പ്രിന്റ് ആണ് വരുന്നത്, എ ലൈനിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ ബൾക്കായിട്ട് എടുക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. ഇതിൽ ഇനിയും ഇഷ്ടം പോലെ പ്രിന്റുകളും ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. മെയിൻ ആയിട്ട് എന്ന് പറയുന്നത് ബുട്ടിക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻസ് ഇവിടെ ഡെഫിനറ്റ്ലി ഉണ്ട് അല്ലേ. ഇഷ്ടം പോലെ വെറൈറ്റീസ്, ഇതിന്റെ കളർ ചേഞ്ചുകൾ, പ്രിന്റുകൾ വേറെ വ്യത്യാസങ്ങൾ, അങ്ങനെ വെറൈറ്റീസ് ഉണ്ട്. ഇനി നമുക്കൊന്ന് യൂണിറ്റിലേക്ക് ഒന്ന് പോയാലോ. പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കാണിക്കാം. ഇനിയും കാണിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, കാരണം നേരത്തെ പറഞ്ഞ പോലെ 100-200 പാറ്റേൺസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും മുന്നേ യൂണിറ്റിൽ പോണേക്കാളും മുന്നേ ഇതിന്റെ കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്, സത്യമാണോ? കളേഴ്സ് ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ല. അപ്പൊ ഞാൻ വെയർ ചെയ്തത് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇത് ആക്ച്വലി 2 പീസിന്റെ ഒരു സെറ്റാണ്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് ജാക്കറ്റ് വേണ്ട, ജസ്റ്റ് സിമ്പിൾ ആയിട്ട്. ഞാൻ ഇതിന്റെ ഒരു പെർഫെക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റിങ്ങോട് കൂടിയിട്ടാണ്, ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. ഫിനിഷിങ് അടിപൊളിയാണ് കേട്ടോ. നോക്കിയേ, നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങോട് കൂടി, ഇതൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ഫിനിഷിങ്ങാണ് ചെയ്തിരിക്കുന്നത്. അറിയാം, നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് ജോർജറ്റിൻ്റെ അല്ലേ, പക്ക പ്രീമിയം ജോർജറ്റ്. ഇനി ഇതിന്റെ കളേഴ്സ് ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് 2 ടൈപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ജാക്കറ്റ് വേണമെങ്കിൽ ജാക്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇനി ഇതിന്റെ കളേഴ്സ് നോക്കിയാലോ. കളേഴ്സ് നല്ലൊരു ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്കിൽ വിത്ത് ജാക്കറ്റ് അടക്കം കേട്ടോ. പിന്നെ ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ്, 10 കളർ ഉണ്ട് കേട്ടോ. ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞാനിതൊരു റയർ കളർ ആയതുകൊണ്ട് തന്നെ അതൊന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. നല്ല, പിന്നെ ഇതിൽ സൈസസ് വരുന്നത് സ്മോൾ തൊട്ടാ തുടങ്ങി ഡബിൾ എക്സൽ വരെ. നല്ലൊരു ബ്രിക്ക്, ആ ബീഡ്സ് ആണ് എനിക്ക് മെയിൻ ആയിട്ട് എടുത്ത് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഹാൻഡ് വർക്ക് എന്നൊക്കെ നമ്മൾ പറയണത് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഹാൻഡ് വർക്കിൽ ഇപ്പം നമ്മൾ ഡ്രസ്സ് ചൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു 3-4 ക്വാളിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ഈ ഹാൻഡ് വർക്കിന്റെ ബീഡ്സിലും ഒരു 3-4 ക്വാളിറ്റി ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ ബുട്ടിക്കാർക്കാവുമ്പോൾ അങ്ങനത്തെ യൂസ് ചെയ്യണം. അല്ലാത്ത നമുക്ക് ലോക്കലൊക്കെ ആണെങ്കിൽ നമുക്ക് റേറ്റ് കുറവിനുള്ളതും കിട്ടും. അപ്പൊ ക്വാളിറ്റി ഇതിനും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് നോക്കേണ്ടി വരും കേട്ടോ. ഫിനിഷിങ്ങും ക്വാളിറ്റിയും. അതിന്റെ അടുത്തത് സെയിം, കളർ ചേഞ്ച് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഉള്ളിലത്തെ ബേസ് മാത്രം കാണിക്കുന്നുള്ളൂ. ഇതെല്ലാത്തിലും വിത്ത് ജാക്കറ്റ് അടക്കമാണ് വരുന്നത്. ഇതും ജാക്കറ്റ് അടക്കമാണ് കേട്ടോ. എനിക്ക് ഈ ഒരു വർക്കാണ് ഭയങ്കര ഇഷ്ടം. ആ ഒരു സിൽവറിന്റെ സെയിം ഞാൻ ഇട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് 2 കൺഫ്യൂഷനായി, ഏത് കളറാണ് ഇടേണ്ടത്, ഏത് കളർ ഇടുക. അപ്പോൾ ഇത് കാണിച്ചപ്പോൾ ഇതാണോ ഇടേണ്ടതെന്നൊരു കൺഫ്യൂഷനായി. പക്ഷേ ഫൈനലി ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്തത് മാറ്റിയിടും അല്ലേ. കളേഴ്സ് നല്ലതല്ല, ഒക്കെ നല്ല കളേഴ്സുകൾ. ഇത് കാണിച്ചില്ല, ഗ്രീനിൽ കാണിച്ചു. പക്ഷെ ഇത് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ്, ഇതൊരു വേറെ ഗ്രീൻ ആണ് കേട്ടോ. രണ്ടും ഡിഫറെൻറ്റ് ഗ്രീൻ ആണ്. ഇതൊരു വേറെ എന്ന് വെച്ചാൽ ഒരു
റെഡ് മറൂൺ ആ ഒരു ഫാമിലിയിൽ പെട്ടിട്ടാണ് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട്. ഗ്രീനിൽ തന്നെ ഇഷ്ടംപോലെ ഫാമിലിയിൽ പെട്ടിട്ടുള്ള കളേഴ്സ് ഉണ്ട്. ഇതിന്റെ ഒരു ഫിനിഷിംഗ് ഒന്ന് നോക്കിയേ. ഫിനിഷിങ് അടിപൊളിയായിട്ടുണ്ടല്ലോ. അതിൽ ഗോൾഡും അതുപോലെ തന്നെ സിൽവറും വരുന്നുണ്ട്. അപ്പൊ ജാക്കറ്റ്. ഇനി ജാക്കറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് നോർമൽ ടൈപ്പ് ആയിട്ടുള്ള തയ്ച്ചു വെച്ചിട്ടുള്ള ജാക്കറ്റ് അല്ല. എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? നോർമൽ വിട്ടിട്ട് എന്തെങ്കിലും കാണുന്ന പോലെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? എനിക്ക് ഫീൽ ചെയ്തു. എന്താണ് പ്രത്യേകത? ജാക്കറ്റ് നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗി തന്നെയല്ല, ആക്ച്വലി ഈ ഒരു സൈഡിലത്തെ ഫിനിഷിംഗ് ആണ് എനിക്ക് പറയാനുള്ളത്. മെയിനായിട്ട് നോർമൽ സാധാരണ എല്ലാവരും ചെയ്യുമ്പോൾ വെറുതെ ഒരു 2 മടക്ക് വെച്ചിട്ട് തയ്ച്ചു വിടുക ചെയ്യാറ്. പക്ഷെ ഇതൊരു ബെൽറ്റ് ടൈപ്പ് ആയിട്ടുള്ളൊരു ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തത്. അത് വെറുതെ ഇവിടെ മാത്രമല്ല, ഓവറോൾ അടിയിൽ നിന്ന് തൊട്ട് മോള് വരെ ഫുൾ സെയിം ആ ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ഫിനിഷിങ്, ബുട്ടിക്കിൻ്റെ ഫിനിഷിങ് എന്തായാലും നമുക്ക് ഈ ഒരു ജാക്കറ്റിൽ കിട്ടും. ഇപ്പം ഇത് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് 2 മേടിച്ചാൽ കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചൂസ് ചെയ്യാറില്ല. ഇങ്ങനെ ഇട്ടല്ലോ ജാക്കറ്റ് ഇതും നല്ല ബുദ്ധിയില്ലേ? അത് ഇവർക്ക് ഐഡിയ കിട്ടിയിട്ടില്ല. ഇനി അടുത്തത് നമുക്ക് അങ്ങനെ ഒരു കോമ്പിനേഷൻ. ഇനിയിപ്പോൾ ഒരു ജാക്കറ്റിൻ്റെയും കൂടി ഫിനിഷിങ് ഒന്ന് ജസ്റ്റ് നോക്കി നോക്കട്ടെ കേട്ടോ. എന്നുവെച്ചാൽ ഒരെണ്ണത്തിൻ്റെ മാത്രം നോക്കിയാൽ പോരല്ലോ, 2 ജാക്കറ്റ് ഉണ്ടല്ലോ. ഇതും സെയിം ആ ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ട് ആ ഒരു ബെൽറ്റ് ഫിനിഷിങ്ങിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ജാക്കറ്റ് ആയാലും ശരി, ഉള്ളിലത്തെ സ്റ്റിച്ചിങ് ആയാലും ഇന്റർലോക്ക് ആയാലും എല്ലാതും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ചായ കുടിച്ചിരിക്കും, ഞാനും ഇവരും കൂടി പോയിട്ടൊന്ന് യൂണിറ്റ് ഒന്ന് നോക്കിയിട്ട് വരണ്ട യൂണിറ്റിലേക്ക്. എന്നാലും ഞാൻ പിടിച്ചു വെച്ച് കൊണ്ടു നോക്കാം എന്തായാലും. അപ്പൊ യൂണിറ്റിലേക്ക് ഒന്ന് പോവാം, നമുക്ക് പോവാം. സ്റ്റിച്ചിങ് യൂണിറ്റ്, കട്ടിങ് യൂണിറ്റിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആക്ച്വലി 2 ഫ്ലോർ ഉണ്ട്. അപ്പൊ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ മൊത്തം കട്ടിങ്, അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യാൻ പോകാനുള്ളതും ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ ബൾക്കായിട്ടിരിക്കണത്. ഇതിന് മുകളിൽ സ്റ്റിച്ചിങ്ങിലേക്ക് പോകും. പിന്നെ കുറേയൊക്കെ റോ മെറ്റീരിയൽസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഓരോരോ സൈസ് അനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക്, ഇതെന്നല്ല മെയിനായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് ഇവിടെ അയണിങ് ചെയ്യണത്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ആരും ഇല്ലെന്ന്. ഇല്ല, 7:30 ഈ സമയം, അവരൊക്കെ ഓരോ സമയം ഇപ്പോൾ പോയി. ഇതാണ് ഒരു അയണിങ് സെക്ഷൻ. അപ്പോൾ അയണിങ് സെക്ഷനിൽ ഇത് ദുപ്പട്ട അയൺ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല സോഫ്റ്റ് ഫാബ്രിക് കേട്ടോ. ആ ഒരു മുടാൽ ചന്തേരി ആ ഒരു മെറ്റീരിയൽ, ഇതിൻ്റെയൊക്കെ അവിടെ സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അയണിങ് ചെയ്യാം, കത്തി പിടിക്കേണ്ട, ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ ബൾക്കായിട്ട് ഇരിക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. ഇതിൽ നമ്മളിട്ട സംഭവമല്ല ഈ കാണുന്നത്. ഇത് മൊത്തം ഇത് തന്നെ, ഇതിൻ്റെ കളർ ചേഞ്ച് എന്ന് പറഞ്ഞില്ലേ, ഞാൻ സെയിം വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു 10 കളറെങ്കിലും ഉണ്ടാവും കേട്ടോ. സെയിം ഇതിൽ തന്നെ 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റിൽ. ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് ആ ഒരു സെക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇനിയും അപ്കമിങ് ആയിട്ട് ഇതൊക്കെ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ പറ്റും. നോക്കി എന്തോരം സ്റ്റോക്കായിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ആ ഒരു സെക്ഷനിലേക്ക് ഒന്ന് പോയാലോ. അപ്പോൾ പ്രൊഡക്ഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. ഇതാണ് സ്റ്റിച്ചിങ് യൂണിറ്റ്. ഞാനിവിടുത്തെ പണിക്കാരി ആയിട്ടുണ്ട് കേട്ടോ. എത്ര ഇനി പീസ് വർക്കിനാണോ ഒരു ദിവസത്തേക്കുള്ള കാശാണോ എന്ന് ചോദിച്ചറിയണം. അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഇവിടെ നിന്നാണ് തയ്ച്ചിട്ട് ആ ഒരു ഷോറൂമിലേക്ക് എത്തണേ, ഇവിടെ സാറ ഡിസൈൻസിൽ. അപ്പോൾ മൊത്തം വർക്കേഴ്സ് വർക്ക് ചെയ്ത് കാം കറോ. ഞാനിവിടെ വന്നിരുന്നപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലാവണമെങ്കിൽ എന്താണ് വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ കളക്ഷൻസ് ഒക്കെ ഇനി അവിടെ എത്താനുള്ളതാണ്, വെറൈറ്റി കളക്ഷൻസ്. ये क्या दुपट्टे का साइड कर रहा है? दुपट्टे का ओवरलॉक, इंटरलॉक, സിലായി കറ. ഇത് ദുപ്പട്ട ഷോളില്ലേ, അതിന്റെ സൈഡിൽ സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതൊന്നും നമുക്ക് വലിയ കാര്യത്തിൽ കാണിക്കാനൊന്നും ഇല്ല. ഇവിടെയും എന്തൊക്കെയോ ദുപ്പട്ടയുടെ സ്റ്റിച്ചിങ്, ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. കാരണം കുറെ ഇങ്ങനെ കണ്ട പീസായിട്ട് കിടക്കണ കാരണം ഒരു ഐഡിയ കിട്ടില്ല. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഒരു ഫൈനൽ അയണൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് കാണുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ കുറച്ച് പേരൊക്കെ ചായ കുടിക്കാനും ഇതിനൊക്കെ താഴത്തെ വെച്ചാൽ എല്ലാവരും ചായ കുടിക്കാൻ പോയി. ഇപ്പോൾ സമയം നോക്കിയേ 7:30 കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഭക്ഷണം കഴിക്കുന്ന ചായ കഴിക്കുന്ന സമയമൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വേണം, ചായ അല്ലേ നമ്മുടെ എനർജി. അപ്പോൾ ഇനി ഇവിടുത്തെ ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് കുറച്ചുകൂടി നമുക്ക് കാണിക്കണ്ട. അപ്പോൾ അത് നമുക്ക് സാറ ഡിസൈൻസിലേക്ക് പോയി കാണാം. പ്രൊഡക്ഷൻ സ്ഥലത്ത് നിന്ന് ഇതാ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇതായി എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫുൾ കളക്ഷൻസ്. അപ്പോൾ ഇത് എത്ര പീസ് വേണമെങ്കിലും ചോദിച്ചാലും കിട്ടും. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങിയാലോ? അതെ. അപ്പോൾ ഇത് വരുന്നത് ഒരു 6 കളർ വരുന്നുണ്ട് കേട്ടോ, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. അതിൽ ചന്തേരിയിൽ ഫുൾ പാനൽ വർക്കാണ്. അപ്പോൾ പാനൽ ഫ്ലെയർ കണ്ടോ, എന്തൊരു അതുപോലത്തെ ഒന്ന് പിടിച്ച ഐറ്റം. ഇതാ ഫ്ലെയർ കണ്ടോ. ഇനി എത്ര ഫ്ലെയർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 12 ഫ്ലെയറിൻ്റെ നല്ല അടിപൊളി ചന്തേരി മെറ്റീരിയലിൽ ഫുൾ വർക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ്. ഇതിൽ ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് എന്ന് പറയാനായിട്ട് ഇതൊക്കെയാണ് കളേഴ്സുകൾ വരുന്നത്. ഇതാ നല്ല അതും പേസ്റ്റൽ ഷെയ്ഡും ഉണ്ട്, അതുപോലെ തന്നെ ഡാർക്ക് ഷെയ്ഡും വരുന്നുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ സെറ്റായിട്ട് തന്നെ എടുക്കണം എന്ന് നിർബന്ധമാണ്. ഇപ്പോൾ ഇതൊരു പേസ്റ്റൽ ഷെയ്ഡായി, ഇത് വരുമ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡിൽ നല്ല നല്ല ഷെയ്ഡുകളാണ് കേട്ടോ ഒക്കെ ഇരിക്കുന്നത്.
കണ്ടോ, അതും ചന്തേരിയിൽ നല്ല ഫ്ലയറോട് കൂടിയിട്ടാണ് വരുന്നത്. ഇപ്പം മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെയാണ് സൈസസ് വരുന്നത്. അപ്പോൾ കളേഴ്സ് ഒന്നുകൂടി നോക്കാം. ഇനി ഒരു 2 കളറും അതും കൂടി ഓപ്പൺ ചെയ്തേ. നല്ല നല്ല കളേഴ്സ് അല്ലേ ഒക്കെ? പേസ്റ്റൽ ഷെയ്ഡ്. അതെ. അപ്പോൾ ഇതാണ് പാനൽ. അത് പാനൽ മോളിൽ നിന്ന് തൊട്ടുള്ള പാനലാണ് കേട്ടോ, അടിയിൽ നിന്ന് മാത്രമല്ല. ചിലർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യില്ല, അതല്ല, ഇത് ഫുൾ മോളിൽ നിന്നുള്ള പാനൽ ആയതുകൊണ്ട് തന്നെ നല്ല ഫ്ലയറിലും കിടക്കുന്നതായിരിക്കും. അപ്പൊ ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് പഠിക്കാം. അതെ, ഒരു ഫ്രോക്ക് മോഡൽ. ഇത് മോഡൽ, ഇത് മോഡൽ ചന്തേരി മോഡലിൽ ഫ്രോക്ക് ആണിത്. ഫ്രോക്ക് ടൈപ്പ്, ഒരു എ ലൈൻ സൈസ് ആണ്. എ ലൈൻ ആണ് ഇവിടെ പിടിച്ച. ഇത് ഇതിന് ഫ്ലയർ നോക്കാം നമുക്ക്. അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട്. നടുക്കിലൊരു സ്ലിറ്റും കൂടി ഉണ്ട് കേട്ടോ, ഇതിന്റെ ബോക്സ് ഫ്ലീറ്റ് ആയിട്ടുള്ളത്. പിന്നെ കോളർ നെക്ക്, ഷേഡ് കോളർ, ഇതില് സ്ലീവിങ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതില് പല പ്രിന്റ്സ് ആണ്, സെയിം പാറ്റേൺ ആണ് വരുന്നത്. പക്ഷെ ഇതിന്റെ പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറി നമുക്ക് കിട്ടും. ഇതൊക്കെ അതിന്റെ സെയിം പാറ്റേൺ ആണ് കേട്ടോ. മോഡൽ ചന്തേരി മെറ്റീരിയല്, പാറ്റേൺ സെയിം ആണ്, പ്രിന്റ്സുകൾ വ്യത്യാസമായിട്ട് വരും. ഇതാ ഇതിന്റെ പല പല പ്രിന്റുകൾ. അപ്പൊ എടുക്കുമ്പോൾ ഇത് സെയിം പ്രിന്റിൽ തന്നെ സൈസ് വ്യത്യാസമായിട്ട് അങ്ങനെ കേട്ടോ. ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് ഉണ്ട്, പ്ലെയിൻ പേസ്റ്റിൽ വേണമെങ്കിൽ പേസ്റ്റിലുണ്ട്. ഇതൊക്കെ ഡാർക്കിൽ വരുന്നത് കേട്ടോ. നല്ല വലിയ വലിയ പ്രിന്റുകളൊക്കെ ഇരിക്കുന്നത്, ഒക്കെ വലിയ വലിയ ഡിജിറ്റൽ പ്രിന്റിലാണ് കേട്ടോ വരുന്നത്. നല്ല നല്ല ഷെയ്ഡുകൾ അല്ലേ, നല്ല പ്രിന്റും നല്ലതാണ്, നല്ല കളർഫുൾ വലിയ വലിയ പ്രിന്റുകൾ. അതൊക്കെ നമുക്ക് ഡെയിലി വെയറിലൊക്കെ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൂടിയാണ്. റയോണില് പ്രിന്റ് വന്നിട്ട് അപ്പൊ ഇടിക്കുമ്പോ തന്നെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ റയോണില് അജ്രക്കിന്റെ പിൻടെക്സ് ചെയ്തിട്ടുള്ള പാച്ച് വർക്ക് ആണ് കേട്ടോ. ഇതില് സ്ലീവിന്റെ പോർഷനിലും വരുന്നുണ്ട്. ചുറ്റും അല്ലേ, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ തന്നെ സെയിം നമുക്ക് ഡിഫറെന്റ് കളേഴ്സ്, ബേസ് വരുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. പാച്ച് വർക്ക് ചെയ്യണത് അത് സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് ബ്ലാക്ക് ആയി, ഗ്രീൻ ആയി, റെഡ് ആണെങ്കിൽ റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, മറൂൺ ഉണ്ട്. ഇതാ ഡിഫറെന്റ് ഷെയ്ഡ്സ്, സെയിം അജ്രക്കിന്റെ ആ ഒരു. ഇതും പാനലാണ്. ഇത് പാനലാണ് കേട്ടോ, അത് പറയാൻ ഇനി വന്നേ. പാനൽ ഇത് ഈ കളർ അടിപൊളിയാണല്ലോ അല്ലേ, ഒരു ബ്രിക്ക് ഷെയ്ഡാ, നല്ല വിരിവോട് കൂടിയിട്ട്. അപ്പൊ ഇത് സൈസ് വരുന്നത് ലാർജ്, പക്ഷെ ലാർജ് അല്ല, ഡബിൾ എക്സലിന്റെ ഒരു ഫീലിംഗ് ഉണ്ട്. തുണി അത്യാവശ്യം ഉണ്ട് കേട്ടോ. പിന്നെ വരുന്ന കളക്ഷൻ പക്ക കോട്ടന്റെ മെറ്റീരിയൽ. ഈ കോട്ടന്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ജയ്പൂരി കളക്ഷൻ ആണ്. പക്ഷെ ഇതിന്റെ വർക്ക് കുറച്ച് ഡിഫറെന്റ് ആണ്. എന്താ കാരണം എന്നറിയോ, ഇവിടെ ഈ ഒരു യോക്കിന്റെ അവിടെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതേ സ്ലീവിലും തന്നെ ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നെക്കിന്റെ ഡീറ്റെയിലിംഗ് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. നെക്കിന്റെ ഡീറ്റെയിലിംഗ് കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. സ്ലിറ്റ് ടോപ്പ് ആണ് ഇത്. അപ്പൊ ഇതിൽ തന്നെ കളേഴ്സ് വരുന്നുണ്ട്, ഡിഫറെന്റ് പ്രിന്റുകളും വരുന്നുണ്ട്. ഇതും ഒരു സാങ്കന്യാര പ്രിന്റ്, ജയ്പൂരി കളക്ഷനിലെ സാങ്കന്യാര പ്രിന്റ് വിത്ത് സെയിം ആ ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്കില് ബോൾസിന്റെ ഡീറ്റെയിലിംഗ് കൂടി ഉണ്ട്. അപ്പൊ നെക്കും വ്യത്യാസമുണ്ട്. നേരത്തെ കണ്ട നെക്കല്ല, ഈ നെക്ക് കുറച്ച് ഡിഫറെന്റ് ആണ്. സ്ലിറ്റ് ടോപ്പ് ആണ്. അതെ, ഇത് സ്ലിറ്റ് ആണ്. പാനലിന്റെയും വരുന്നുണ്ട്, സ്ലിറ്റ് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നേരത്തെ വിളിച്ചു ചോദിച്ചാൽ മതി. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കളക്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പൊ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നെക്ക് വ്യത്യാസമുണ്ട് കേട്ടോ, നേരത്തെ കാണിച്ചു. ഇത് ശരിക്കും ഇങ്ങനെ യു ആയിട്ട് വരുന്നത്. മറ്റേതിൽ ചെറിയൊരു കുനിപ്പുണ്ടായിരുന്നില്ല ഫസ്റ്റ് കാണിച്ചാല്. സ്ലിറ്റ് ടോപ്പ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട്. ആ ലൈനിങ് ഒന്ന് കാണിച്ചാൽ കോട്ടന്റെ ലൈനിങ് ആണ് കേട്ടോ. കണ്ടോ, കോട്ടന്റെ ലൈനിങ്. ഇതിൽ തന്നെ പ്രിന്റുകള് സെയിം അതിൽ തന്നെ കേട്ടോ. ഒരു ജയ്പൂരി കോട്ടണിൽ തന്നെ വീണ്ടും സെയിം പാറ്റേൺ ഒക്കെ സെയിം തന്നെ വരുന്നത്. ഇത് കാന്ത പ്രിന്റില് വലിയ വലിയ പ്രിന്റ്. ആ പ്രിന്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ബ്ലാക്ക് കോമ്പിനേഷനിൽ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ. ഇതൊക്കെ ഫ്രഷ് പീസ്, സ്ട്രെയിറ്റ് കുർത്തി. ലേസ് വർക്ക് കുറച്ച് ഡിഫറെന്റ് അല്ലേ, കുറച്ച് ഇതുവരെ അങ്ങനെ കാണാത്ത ഒരു മോഡൽ. നോർമലി ഇങ്ങനെ സിമ്പിൾ ആയിട്ടല്ലേ നമ്മൾ കാണാറില്ല. അതിൽ കുറച്ച് ഡിഫറെന്റ് ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതി നമ്മൾ ചെയ്തിരിക്കുന്ന പാറ്റേൺ ഡിഫറെന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു കളക്ഷനായി. ഇനി ഇതെന്താണ് സംഭവം? ഇനിയുള്ളത് വീനിക്കില്. ഇത് ഷോർട്ട് സെറ്റ് ആണ്. ഇത് 3 പീസ് അല്ല, 2 പീസ് അത് അല്ലേ? ഇത് 2 പീസാ. ദുപ്പട്ട ഇല്ല കേട്ടോ. ഇത് പക്ക ജയ്പൂരി കോട്ടന്റെ തന്നെ വി നെക്കില് വിത്ത് ലേസ് വർക്ക്. അതിന് കൂടെ പാൻറ്. അതും പാൻറ്റിന്റെ വീണ്ടും പറയാണ്, ബാക്ക് സൈഡ് ആണെങ്കിൽ എലാസ്റ്റിക്, ഫ്രണ്ട് സൈഡ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ ഡ്രോ സ്ട്രിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും സൈഡിൽ
ഇതില്ല, പോക്കറ്റ് ഇല്ല. ഇല്ല. അത് ആവശ്യമുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇത് പക്ക കോട്ടൻ്റെ 2 പീസിന്റെ കളക്ഷൻ ആണ് കേട്ടോ അത് വരുന്നത്. ഇതിൽ തന്നെ ലൈറ്റ് ഷെയ്ഡ് വേണമെങ്കിൽ ലൈറ്റ് ഷെയ്ഡും അവൈലബിൾ ആണ്. പ്രിന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാ സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതില്. ഇതാണ് ഇതിന്റെ ബോട്ടം. അപ്പൊ ഈ വൈറ്റ് ബേസിൽ തന്നെ നമുക്ക് ആ ഒരു പിങ്ക് കളറുടെ പ്രിന്റ് ഇല്ല, ആ പിങ്ക് കളറുടെ പ്രിന്റിങ്ങിന്റെ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇത് പിങ്ക് ആണെങ്കിൽ അതിൽ നമുക്ക് ഗ്രീൻ വരുന്നുണ്ട്, ലെവൻഡർ ഷെയ്ഡ് ഉണ്ട്, ലെവൻഡർ, പിന്നെ ഒരു ഗ്രീൻ, പിന്നെ ഒരു സഫർ ഗ്രീൻ. അതെ, അങ്ങനെ ഷെയ്ഡുകൾ. അപ്പം 4 ഷെയ്ഡ് എന്തായാലും വരുന്നുണ്ട്. ബേസ് വൈറ്റ് ആണ് കേട്ടോ അതിൻ്റെ വരുന്നത്. ഇനി വരുന്നത് കോട്ടൻ്റെ തന്നെ ഒരു വീനക്കിൽ സാധാ ഒരു സ്ലിറ്റ് ടോപ്പായിട്ട്. ഒരു അങ്ക്രക്ക സ്റ്റൈൽ പോലെ യോക്കിൽ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. അന്ന് അങ്ക്രക്ക പോലെ എന്ന് പറയാം, അങ്ക്രക്ക അല്ല. ചെറിയൊരു ബട്ടൺ, വുഡിന്റെ ബട്ടന്റെ ഡീറ്റെയിലിങ്, ക്രോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ പോർഷനിൽ. പിന്നെ ടോപ്പാണ്, സ്ലിറ്റ് ആയിട്ടുള്ളത്. ഡെയിലി വെയറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. ഇതേ സെയിം പാറ്റേണിൽ തന്നെ ചെയ്തിട്ടുള്ള അടുത്ത പ്രിന്റിൽ കേട്ടോ. ഇതാ സെയിം ആ ഒരു പാറ്റേൺ സെയിം ആണ്, പ്രിന്റുകൾ ഇങ്ങനെ മാറി മാറി പോവും. ലൈറ്റ് വെയിറ്റ് കോട്ടണിൽ വരുന്ന കളക്ഷൻ. ഇതും ലൈറ്റ് വെയിറ്റിൽ തന്നെ. പേസ്റ്റൽ ഡാർക്ക് ചാർട്ട് അങ്ങനെ കോട്ടണിൽ കേട്ടോ. ഇത് ഫുൾ ഡെയിലി വെയറിന്റെ ഇപ്പം ലേറ്റസ്റ്റ് കളക്ഷൻ വന്നിട്ടുള്ളതാണ്. അതും സെറ്റായിട്ട് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ പ്ലസ് സൈസുകാർക്ക് വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഇരിക്കുന്നത് തോന്നുന്നുണ്ട് അല്ലെ, പ്ലസ് സൈസുകാർക്കുള്ളത്. ഈ സൈഡ് ബിഗ് സൈസ്, ഈ കൗണ്ടർ, ഈ റാക്കിലിരിക്കുന്നത് ഇത് മൊത്തം പ്ലസ് സൈസുകാർക്കുള്ളതാണ്. അപ്പൊ പറഞ്ഞാൽ മതി, പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് തരുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ സൈസ് എത്ര വരുന്നത്? 3XL, 4XL, 5XL, 6XL സൈസ് വരെ വരുന്നുണ്ട്. അപ്പോൾ ഇത് സെയിം നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഡിഫറെൻറ്റ് പ്രിന്റ്സ് ആണ് കേട്ടോ വരുന്നത്. ഇതിലൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡും കൂടി ഉണ്ട്. ഇതെന്താ ഫുൾ പ്ലെയിനില്? ഇതൊരു കോഡ് സെറ്റ് ആണ്. ഇത് 2 പീസ് ആണ് ഇത്. ഓക്കെ, പ്രീമിയം റയോണില് കോഡ് സെറ്റ്. അതിന്റെ പാന്റ് ഒന്ന് പിടിച്ചേ. പ്രിൻസസ് കട്ടാണ് ചെയ്തിരിക്കുന്നത് വിത്ത് കോളർ, നടുക്കിൽ ബട്ടന്റെ ഡീറ്റെയിലിംഗ്. ആ ബട്ടൺ ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ഒരു കോഡ് സെറ്റ് ആണ് വിത്ത് കയ്യിലിങ്ങനെ ഒരു വർക്ക്. അപ്പൊ ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് പ്രിൻസസ് കട്ട് ആകുമ്പോൾ ഷേപ്പിൽ കിടക്കും ചെയ്യും കേട്ടോ. ഇതിൽ കളേഴ്സ് എന്ന് പറയാനായിട്ട് ഇപ്പം മറൂൺ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ബ്ലൂ വരുന്നുണ്ട്, പിന്നെ ഒരു നല്ലൊരു ഗ്രേ ഷെയ്ഡ്, പിന്നെ മസ്റ്റേർഡ് യെല്ലോ. അങ്ങനെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഒരു 6-7 കളേഴ്സൊക്കെ ഈ ഒരു കോഡ് സെറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അങ്ങനെ നല്ല പ്രീമിയം റയോൺ ആണ് കേട്ടോ. ഇങ്ങനെ ആ ഒരു ഇടുമ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെന്താണ് ഐറ്റം മാത്രമേ ഉള്ളൂ. ഇതാ ഇനി 2 പീസിന്റെ കളക്ഷൻ. 2 പീസിൽ നോക്കുകയാണെങ്കിൽ ഇതാ ഇത് പാന്റ് പിടിച്ചോ. ഇതിന്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ സൈഡിലാണ് ഫ്രിൽ വർക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഈ പാറ്റേൺ എന്താ പറയാ? 2 സൈഡ് ഫ്രില്ല് നമുക്ക് അതിന് പറയാനുള്ളൂ. പക്ഷെ 1 സൈഡ് പോക്കറ്റ്, 2 സൈഡ് ഫ്രില്ല്. അതുപോലെ യോക്കിൽ ഇങ്ങനെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേ സെയിം പാച്ച് വർക്ക് തന്നെ നമുക്ക് സ്ലീവിന്റെ പോർഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ, വിത്ത് വെർട്ടിഷൻ ഫാബ്രിക്. ഓക്കെ, വെർട്ടിഷൻ ഫാബ്രിക് ആണ് ഈ ഒരു ഫാബ്രിക്. അതാ ഞാൻ നോക്കണത്, ചെറുതായിട്ടൊരു ഗ്ലേസിങ്. ഇതിൽ തന്നെ കളേഴ്സ് ആണ് കേട്ടോ വരുന്നത്. കളേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഒരു കളർ ഉണ്ട്, പിന്നെ ഗ്രീനും ഉണ്ട്. ആ കളേഴ്സ് ഉണ്ട് കേട്ടോ. റാക്കി ഇനി എടുക്കാൻ നിൽക്കണം. അപ്പൊ ഗ്രീൻ ഉണ്ട്, ഇപ്പൊ ഈ ഒരു കളർ ഷെയ്ഡ് ഉണ്ട്, ഇനിയും 4 കളർ എന്തായാലും ഉണ്ടാവും. 2 ഷെയ്ഡ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ അതവിടെ കഴിഞ്ഞു. ഇനി കോട്ടന്റെ, ഇതൊക്കെ ഫുൾ കോട്ടന്റെയാ? അതെ. ഓക്കെ, എന്നാ ഇരുന്ന് മടക്കിക്ക കൂട്ടി. ഇത് നല്ല ഒരു ഫൈബർ ഷിമ്മറില്. ഇത് നമ്മൾ കാണിച്ചതല്ല, കാണിച്ചിട്ടില്ല. ഇത് ഷിമ്മറിൽ ഡിജിറ്റൽ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു സെമി പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷനാണ്. യോക്കില് വീനക്ക് വർക്കോട് കൂടിയിട്ട് ഇതിന്റെ ഡിഫറെന്റ് പ്രിന്റ് ആണ് കേട്ടോ വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് കളർ മാറും. ഇത് ഫുൾ അതിന്റെ ഇതിന്റെ വർക്കിന്റെ ആണ് കേട്ടോ. ഗ്രേ ഇതും ഉണ്ട്. ഈ ഒരു ഷെയ്ഡും കൂടി ഒന്ന് തുറന്ന് കാണിച്ചോ. ഇതാ ഈ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ ഇതായി കളക്ഷൻ. ഇനി നേരത്തെ പറഞ്ഞ കോട്ടന്റെ ഇതൊരു സിംഗിൾ കുർത്തിയാണ് വരുന്നത്. നടുക്ക് ഇങ്ങനെ പാനലായിട്ട് വരുന്നത് അല്ലേ. ഇതും ചെറുതായിട്ട് ഒരു അങ്ക്രക്ക സ്റ്റൈൽ പോലെ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ ഓപ്പൺ ചെയ്യാല്ലേ? ഓക്കെ, സ്ലിറ്റ് ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഒരു ഫ്ലാപ്പ് ടൈപ്പ് ആയിട്ട് വെച്ചിട്ടുള്ളതാ. പക്ഷെ സ്ട്രേറ്റ് കുർത്തിയാണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട്. ആ ലൈനിങ്ങിന്റെ ആ ഒരു ജോയിന്റിങ്ങിൽ വരെ കണ്ടോ, ശ്രദ്ധിച്ചോ,
ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയും ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ലുക്ക്. ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ പല പല പ്രിന്റുകൾ വരുന്നുണ്ട്. ഇതൊക്കെ പ്രിന്റുകളാട്ടോ. ഇതാ ഇത് ഈ ഒരു പ്രിന്റ് ഇതിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ കോട്ടന്റെ മെറ്റീരിയൽ. ഇതും ആ ഒരു അതിൽ പെട്ടതാണ് അല്ലേ, കോട്ടൺ. ഇതും ആ ഒരു പ്രിന്റിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാ കളക്ഷൻസ് ഇനിയും കാണിക്കാനുണ്ട്. പക്ഷെ ഇനി കാണണമെങ്കിൽ നേരിട്ട് നിങ്ങൾ വരാം. വീഡിയോ കോൾ ഫെസിലിറ്റീസ് ഉണ്ട്. എവിടെ പോയി നമ്മുടെ മുതലാളി? വായോ, ലൊക്കേഷൻ പറയണ്ടേ? അപ്പൊ ലൊക്കേഷൻ ഞാൻ ഇത് എടുക്കണ്ട കേട്ടാ. ഒന്ന് വായോ, ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മളെവിടെയാ നിക്കണേ? കോൺവെന്റ് റോഡ്. എവിടെ? എറണാകുളം. ആ, എറണാകുളം ജില്ലയിൽ കോൺവെന്റ് റോഡ്, MG റോഡിന്റെ അടുത്തായിട്ട് വരും. ലൈബ്രറി ജംഗ്ഷൻ. ആ, ഞാൻ ഒന്നുകൂടി ലൊക്കേഷൻ പറയാം. ആള് കുറച്ച് ടെൻഷനാണ്. പ്രൊഡക്ഷനൊക്കെ നോക്കണം, തലയിലൊക്കെ വലിയ കയറ്റി വെച്ചിരിക്കല്ലേ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമുക്ക് എറണാകുളത്താണ്. എറണാകുളത്ത് മേനക ബസ് സ്റ്റോപ്പ് വഴിക്ക് വരികയാണെങ്കിൽ പ്രസ് ക്ലബ്ബ് റോഡ് കഴിഞ്ഞിട്ട് കോൺവെന്റ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കോൺവെന്റ് റോഡിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് കടയുടെ പേര് പറഞ്ഞാൽ അത് മറക്കുമോ? സാറ ഡിസൈൻ. അത് ഓർമ്മയില്ല. അപ്പോൾ സാറയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി MG റോഡ് വഴിക്ക് വരാണെങ്കിൽ ആ വഴിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈബ്രറി ജംഗ്ഷൻ. അപ്പോൾ MG റോഡ് വഴിക്ക് കയറി കഴിഞ്ഞാൽ ലൈബ്രറി ജംഗ്ഷൻ കഴിഞ്ഞ വശം തന്നെ 10 അടി വെക്കുമ്പോൾ നമുക്ക് നിൽക്കുന്നത് സാറ ഡിസൈൻസ്. അപ്പോൾ ഇനി ഒന്നുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് തൊട്ട് ഓപ്പോസിറ്റ് കാണുന്നത് ദുപ്പട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. പക്ഷെ അതല്ല നമ്മൾ പറയേണ്ടത് എന്താണ്, സാറ ഡിസൈനിൻ്റെ ഓപ്പോസിറ്റാണ് ദുപ്പട്ട അല്ലേ? അങ്ങനെയല്ല ഇനി പറയണ്ട. ഇനി ഗൂഗിൾ മാപ്പിൽ അടിച്ച് നോക്കിയാൽ മതി, നമ്മുടെ കട വരും. അപ്പൊ കട ചെറുതാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്, വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ്, വാക്കിംഗ് കസ്റ്റമേഴ്സ് വരുന്നവർ തന്നെ പറയുന്നുണ്ട് നല്ല ക്വാളിറ്റിയാണ്. എനിക്ക് പരിചയമുള്ള കുറേ വരും. എന്നിട്ട് എടുത്തു പോയവർ തന്നെ പറയുന്നുണ്ട്. അതിനെന്ന് വെച്ചാൽ ചിലതെന്ന് വെച്ചാൽ പുറമേയുള്ള ഭംഗി മാത്രമല്ല, ഉള്ളിലുള്ള ഒരു ഫിനിഷിങ് കൂടി നമ്മൾ നോക്കണം. ആ ഒരു ഫിനിഷിങ്ങും ഉണ്ട്. ബൂട്ടിക് കളക്ഷൻസ് ആണ്, ബൂട്ടിക് ടച്ചും കൂടി ഉണ്ട്. അപ്പം എല്ലാം കൂടി ആയി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് സാറ ഡിസൈൻസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു. കിടക്കട്ടെ, പോയി ഭക്ഷണം കഴിക്കട്ടോ, ഒന്ന് ഉഷാറാവ്. ബൈ.